PDRN മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ അത് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മളത് ബോഡിയിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ അത് മെയിൻ ആയിട്ടും ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നിനെ അല്ലെങ്കിൽ ഡാമേജ്ഡ് സെൽസിനെ അത് റെജുവനേറ്റ് ചെയ്തെടുക്കുകയാണ്, അതായത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ റിങ്കിൾസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ ഡാമേജ്, സൺലൈറ്റിന്റെയും ഏജിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് സെല്ലുലാർ ഡിസ്ട്രക്ഷൻ വരും. അതായത് സെൽസ് ഡാമേജ് ആവുമ്പോഴാണ് ഏജ് സൈൻസ് വരുന്നത്. അപ്പൊ അതിന് കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇൻക്രീസ് ചെയ്യും, അത് സ്കാൽപ്പിലാണെങ്കിലും ഫേസിലാണെങ്കിലും. അപ്പൊ പുതിയ സെൽസ് ഉണ്ടാവാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഇത് ഇഞ്ചക്ഷൻ ടൈപ്പ് പോലെയാണോ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മൈക്രോ നീഡ്ലിംഗ് നമുക്ക് അറിയായിരിക്കും. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് മൈക്രോ നീഡ്ലിംഗ് ആഡ് ചെയ്തും രണ്ട് രീതിയിലും പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡോക്ടറിന്റെ ഒരു ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറിയൻ സ്കിൻ പ്രോഡക്ട്സിനെക്കാളും PDRN എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ് നല്ലത്, കൊറിയയിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ.